ഗൾഫ് യാത്രക്കാർക്കായി എയർ ഇന്ത്യയുടെ യാത്രാ നിർദ്ദേശം. വിമാനത്താവളങ്ങളിൽ 3 മണിക്കൂർ മുമ്പ് എത്തണം. മലാക്ക മാതൃകയിൽ ഹോർമുസിൽ നിയന്ത്രണം വേണം. പുതിയ സുരക്ഷാ നിയന്ത്രണ പദ്ധതിയുമായി ഒമാൻ. മനുഷ്യാവകാശ സംരക്ഷണം. ഒമാനിൽ കഴിഞ്ഞ വർഷം പരിഗണിച്ചത് 1479 കേസുകൾ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഗൾഫ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്കായി പുതിയ യാത്രാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിമാനത്താവളങ്ങളിലെ യാത്രക്കാരുടെ തിരക്കും കർശനമായ സുരക്ഷാ ഇമിഗ്രേഷൻ പരിശോധനകളും കണക്കിലെടുത്താണ് നടപടി. പുതിയ നിർദ്ദേശപ്രകാരം വിമാനം പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാർ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണം. വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ബോർഡിംഗ് ഗേറ്റിൽ എത്തിച്ചേരുകയും 1.5 മണിക്കൂർ മുമ്പെങ്കിലും ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യണം. നിശ്ചിത സമയത്തിന് മുമ്പായി ബോർഡിംഗ് ഗേറ്റുകൾ അടക്കുമെന്നും വിമാന കമ്പനി പുറപ്പെടുവിച്ച അറിയിപ്പിൽ വ്യക്തമാക്കി. യാത്രക്കാർ ആവശ്യത്തിന് സമയം കണക്കാക്കി വിമാനത്താവളങ്ങളിൽ എത്തണമെന്നും യാത്രാരേഖകൾ കൃത്യമായി കൈവശം കരുതണമെന്നും എയർ ഇന്ത്യ ഗ്രൂപ്പ് അറിയിച്ചു. ആഗോള ഊർജ്ജ വിപണിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ മലാക്ക കടലിടുക്ക് മാതൃകയിലുള്ള പുതിയ സുരക്ഷാ നിയന്ത്രണ പദ്ധതിയുമായി ഒമാൻ. മേഖലയിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയും ഈ ഒമാൻ പ്രപ്പോസലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുടെ നേതൃത്വത്തിലുള്ള ഒമാൻ പ്രതിനിധി സംഘം തെഹ്റാനിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഒമാൻ, സൗദി അറേബ്യൻ വിദേശകാര്യമന്ത്രിമാരുമായി ഇത് സംബന്ധിച്ച് ടെലിഫോൺ ചർച്ചകൾ നടത്തി. മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനും ഹോർമുസിലെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കാനുമായി സഹകരണം ശക്തമാക്കുകയും സംയുക്ത നയതന്ത്ര നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് അരാഗ്ചി ഊന്നിപ്പറഞ്ഞതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ശക്തമായ സ്വാധീനമുണ്ട്. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം കടലിടുക്കിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇറാന് മാത്രമായിരിക്കില്ല. പകരം ഒമാനും മേഖലയിലെ മറ്റു രാജ്യങ്ങളും ഉൾപ്പെടുന്ന സംയുക്ത സമിതിക്കായിരിക്കും മേൽനോട്ടം. ഒമാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ പരാതി പരിഹാര നിരീക്ഷണ സംവിധാനങ്ങൾ കഴിഞ്ഞ വർഷം കൂടുതൽ ജനകീയവും കാര്യക്ഷമവുമായതായി റിപ്പോർട്ട്. സമൂഹത്തിലെ വിവിധ തട്ടുകളിലുള്ളവരിലേക്ക് കമ്മീഷന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ നവീകരിക്കാനും കഴിഞ്ഞതായി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം മാത്രം 1479 മനുഷ്യാവകാശ കേസുകളാണ് ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ കൈകാര്യം ചെയ്തത്. പരാതിക്കാർക്ക് ആവശ്യമായ നിയമോപദേശങ്ങളും കൗൺസിലിംഗും നൽകുന്നതിനൊപ്പം ബന്ധപ്പെട്ട ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ കേസുകൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകി വരുന്നു. തടവുകാരുടെയും തടങ്കലിൽ കഴിയുന്നവരുടെയും അവകാശങ്ങൾ, അവർക്ക് ലഭ്യമാകുന്ന ആരോഗ്യ പരിരക്ഷകൾ എന്നിവയും കമ്മീഷൻ നേരിട്ട് വിലയിരുത്തുന്നു. അന്തസ്സായ ജീവിതം, സാമൂഹിക സുരക്ഷ, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, ശുചിത്വമുള്ള പരിസ്ഥിതി എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള കാര്യങ്ങളും ഇതിലൂടെ നിരീക്ഷിച്ചു വരുന്നു. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് കമ്മീഷൻ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. ഒമാൻ നാഷണൽ ഹെൽത്ത് പോളിസി പ്രഖ്യാപിച്ചതടക്കമുള്ള ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളും ഒമാന്റെ മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം.